പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഒഴിയുന്നില്ല. ഇറാനുമായിട്ട് അതീവ രഹസ്യവും നിർണായകവുമായിട്ടുള്ള സമാധാന ചർച്ചകൾ പുനരാരംഭിക്കുകയാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ മേഖലയിൽ പുതിയ ഒരു നയതന്ത്ര നീക്കങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ഉഡായിപ്പ് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമാധാന ചർച്ചകൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഇറാനെതിരെ സൈനിക ആക്രമണം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചത് എന്നും ട്രംപ് അവകാശപ്പെടുകയാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം പൂർണ്ണമായിട്ടും കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ഈ ട്രംപിന്റെ ഉഡായിപ്പൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് യാതൊരുവിധ നേരിട്ടുള്ള ചർച്ചകളും നിലവിൽ നടക്കുന്നില്ലെന്നും തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ചയുമായിട്ട് ഈ ട്രംപിന്റെ അവകാശവാദങ്ങളെ ചിത്രീകരിക്കേണ്ടതില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സമാധാന കരാറിൽ ഒപ്പിടാൻ ഇറാന് ലഭിക്കുന്ന അവസാന അവസരമാണിതെന്ന് കടുത്ത മുന്നറിയിപ്പായിരുന്നു വാഷിംഗ്ടൺ നൽകിയിരുന്നത്. എന്നാൽ ചർച്ചകൾ നടക്കുന്നില്ല എന്ന ഇറാന്റെ പ്രസ്താവന ഇരട്ടത്താപ്പാണെന്ന് ട്രംപ് വിമർശിക്കുമ്പോൾ ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് കപ്പൽ ഗതാഗത സുരക്ഷയ്ക്കായിട്ട് തങ്ങൾ ചർച്ച നടത്തുന്നത് എന്നാണ് ഇറാന്റെ നിലപാട്. അതായത് അമേരിക്ക മറുവശത്ത് ഈ യുദ്ധം നിർത്തിയിട്ടും വീണ്ടും മുഖം രക്ഷിക്കാൻ വേണ്ടി പൊള്ളയായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അത് അക്ഷരം പ്രതി തള്ളിക്കളഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്തെത്തുന്നു. ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം തൊട്ടടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു അപ്രതീക്ഷിത വെളിപ്പെടുത്തൽ വരുന്നത്. ഇറാനുമായിട്ട് അതീവ പ്രാധാന്യമുള്ള സമാധാന ചർച്ചകൾ മസ്കറ്റിൽ വെച്ച് ആരംഭിച്ചതായിട്ടും ഇതിൽ ശുഭസൂചനകൾ ഉണ്ടെന്ന മുന്നറിയിപ്പും കൂടി ഈ ട്രംപ് പറയുകയാണ്. മാത്രമല്ല പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ വീണ്ടും സങ്കീർണമാക്കിക്കൊണ്ടാണ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം പുറത്തു വന്നത്. അതിനുശേഷമാണ് ഈ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ ഇറാൻ ഇതിനെ പൂർണ്ണമായിട്ടും തള്ളി രംഗത്തെത്തിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇറാന്റെ പ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്കും ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള US വ്യോമാക്രമണം ഉണ്ടാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ആഴ്ചയിൽ നടത്താനിരുന്ന സൈനിക നീക്കം താൻ വ്യക്തിപരമായിട്ട് ഇടപെട്ട് റദ്ദാക്കുകയായിരുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. എന്തായാലും ട്രംപ് മുഖം രക്ഷിക്കാൻ വേണ്ടി വീണ്ടും കള്ളത്തരങ്ങൾ പറയുകയാണ്. ആ കള്ളത്തരങ്ങൾ നീക്കിക്കൊണ്ട് അതിനെയൊക്കെ തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്തെത്തുന്നു. ഇവിടെ പശ്ചിമേഷ്യയുടെ സമാധാനം വീണ്ടും അകലെയാണ്. അമേരിക്കൻ സൈന്യത്തിന് നൽകിയ നിർദ്ദേശം പിൻവലിച്ചതിന് പിന്നിൽ ഗൾഫ് മേഖലയിലെ സഖ്യകക്ഷികളുടെ അഭ്യർത്ഥനയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നത് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പശ്ചിമേഷ്യയിൽ യുദ്ധം ഒഴിവാക്കാനായിട്ട് പാകിസ്ഥാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ സജീവമായിട്ട് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഇവരുടെ നിലപാടുകളിൽ അമേരിക്കയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഈ ഒരു മധ്യസ്ഥ രാജ്യങ്ങൾ അമേരിക്കയെ പിന്തുണയ്ക്കുന്നതിന് പകരം ഇറാന്റെ പക്ഷം ചേരുകയാണെന്ന് അമേരിക്കയുടെ മുൻ സൈനാധിപന്മാർ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു. കാരണം എങ്ങനെ ചേരാതിരിക്കും? ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇറാനൊപ്പം നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അനാവശ്യമായിട്ടുള്ള യുദ്ധം അമേരിക്ക വരുത്തിവെച്ചു. ആ അമേരിക്ക വരുത്തിവെച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് പശ്ചിമേഷ്യൻ ഗൾഫ് മേഖല ഒരേപോലെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനൊപ്പം ഒരു പക്ഷേ നിൽക്കേണ്ടി വരും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൗദിയാണ്. സൗദിനെ ഇതിലേക്ക് വലിച്ചഴിച്ചിട്ടു. സൗദിന് 4 പാട് പടി കിട്ടിയപ്പോൾ സൗദി പിന്മാറി. ഇപ്പോൾ പെട്ടെന്ന് യുദ്ധം നിർത്താൻ വേണ്ടിയിട്ട് സൗദി കിരീടാവകാശി പറഞ്ഞിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഗൾഫ് മേഖലയ്ക്ക് ഈ യുദ്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും അമേരിക്കയുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു യുദ്ധത്തിന്റെ ഭാഗമാകുന്നത്. അല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇറാനുമായിട്ട് നിലവിലില്ല. എന്തായാലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ പ്രതിരോധിക്കുമ്പോൾ വലിയ നീക്കങ്ങളാണ് അവർക്കെതിരെ ഇറാൻ നടത്തുന്നത്. ഇറാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനും അമേരിക്കയും തമ്മിലാണ് യുദ്ധം, ഇതിൽ നിങ്ങൾ ആരുമില്ല, പക്ഷേ നിങ്ങളുടെ സ്ഥലങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്യും, അല്ലാതെ നിങ്ങളെ നേരിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്യില്ല എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം ഓരോ ഘട്ടത്തിലേക്ക് മാറുമ്പോൾ അവരുടെ നീക്കങ്ങൾ അനുസരിച്ച് ഇറാൻ തങ്ങളുടെ നീക്കം വലിയ രീതിയിൽ തന്നെ, അല്ലെങ്കിൽ നിലപാടുകളും ഈ യുദ്ധത്തിന്റെ രീതിയും ഒരു പുതിയ ഘട്ടത്തിലേക്ക് മാറ്റുകയാണ്. എന്തായാലും മധ്യസ്ഥരുടെ ഈ ഒരു നിലപാട് കാരണം അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമവായം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് വാഷിംഗ്ടണിന്റെ ആക്ഷേപം. നിലവിൽ ഇറാനുമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് 2 ഘട്ടങ്ങളിലായിട്ടുള്ള
ഒരു വലിയ കരാറാണെന്ന് ട്രംപ് വിശദീകരിക്കുന്നു. ഇതിൽ ഒന്നാമത്തേതും ഏറ്റവും അടിയന്തരവുമായിട്ടുള്ള ഘട്ടം ഹോർമുസ് കടലിടുക്കിന്റെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ്. ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതകളിൽ ഒന്നായിട്ടുള്ള ഈ ഹോർമുസിലെ സംഘർഷം ആഗോള വിപണിയെ ബാധിക്കാതിരിക്കാൻ കപ്പൽ ഗതാഗതം പൂർണ്ണമായിട്ടും തുറന്നു നൽകണമെന്നാണ് അമേരിക്കയുടെ ആദ്യത്തെ വ്യവസ്ഥ. ഇനി അമേരിക്കയുടെ രണ്ടാം കരാറിന്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, അതായത് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന രണ്ടാമത്തെ കാര്യം ഇറാന്റെ സമ്പൂർണ്ണ ആണവ നിരുപാധികമാക്കൽ ആണ്. ആണവ പദ്ധതികൾ പൂർണ്ണമായിട്ടും ഇറാൻ നിർത്തലാക്കുക, യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കുക, അന്താരാഷ്ട്ര നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുക എന്നിവയാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് ടെഹ്റാൻ ഈ ഒരു ആവശ്യത്തെ എക്കാലത്തും കാണുന്നത്. ഈ ചർച്ചകൾ വെറും ഒരു അനുസരണ ശ്രമം മാത്രമല്ല എന്നും ഇറാന് ലഭിക്കുന്ന ഒടുവിലത്തെ അവസരമാണെന്നും ട്രംപ് കടുത്ത ഭാഷയിൽ പറയുന്നുണ്ട്. ഒന്നുകിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന സമാധാന കരാറിൽ ഒപ്പിടുക, അല്ലെങ്കിൽ US സൈന്യത്തിന് മുന്നിൽ പൂർണ്ണമായിട്ടും കീഴടങ്ങുക എന്ന രണ്ട് ഓപ്ഷനുകൾ മാത്രമാണ് ഇറാന് മുന്നിലുള്ളത് എന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ കീഴടങ്ങാൻ തയ്യാറായില്ലെങ്കിൽ വലിയ സൈനിക ആക്രമണം നേരിടേണ്ടി വരുമെന്ന സൂചനയും ട്രംപ് ഇതിലൂടെ നൽകുന്നുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെല്ലാം വെറും വ്യാജ പ്രചരണങ്ങൾ മാത്രമാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം. അമേരിക്കയുമായിട്ട് യാതൊരുവിധ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്നും നിലവിൽ അത്തരം നീക്കങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ലെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഈ പറയുന്ന അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തങ്ങൾ ഒട്ടും വഴങ്ങില്ല എന്ന കൃത്യമായിട്ടുള്ള സൂചനയാണ് ടെഹ്റാൻ നൽകുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതെല്ലാം വെറും വ്യാജ പ്രചാരണങ്ങൾ മാത്രമാണെന്നാണ് ഇറാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ട് ഈ ചർച്ചകൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, ഞങ്ങൾ ഏതൊരു സൈന്യത്തെയും അല്ലെങ്കിൽ ഏതൊരു നീക്കത്തെയും നേരിടാൻ തയ്യാറാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഒട്ടും വഴങ്ങാൻ ഞങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് ഇതിലൂടെ തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു നീക്കത്തിലേക്ക് ഈ ഒരു യുദ്ധം വീണ്ടും പോകുമോ എന്നുള്ള ഭീതിയിലാണ് ഈ പശ്ചിമേഷ്യ ഉള്ളത്. ഒമാന്റെ തീരത്തുകൂടിയുള്ള പുതിയൊരു താൽക്കാലിക കപ്പൽ പാതയെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് എങ്കിലും ഇറാൻ ഇത് അംഗീകരിക്കുന്നില്ല. ഹോർമുസ് കടലിടുക്കിൽ ഇരു രാജ്യങ്ങൾക്കും തുല്യ അധികാരമാണ് ഉള്ളത് എങ്കിലും ഒമാന് യാതൊരുവിധ നിയന്ത്രണവും വിട്ടു നൽകാൻ ഇറാൻ നിലവിൽ തയ്യാറല്ല. ഇറാൻ നിയന്ത്രിക്കുന്ന പാത വിട്ട് ഒമാൻ തീരത്ത് പുതിയ പാതയിലേക്ക് കപ്പലുകൾ നീങ്ങിയാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വരുമെന്ന കനത്ത മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട്. നിലവിൽ ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ആക്രമിക്കുന്നില്ല എന്നൊരു ആശ്വാസം മാത്രമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ വഴി കപ്പലുകൾ പോയി കഴിഞ്ഞാൽ അതിനെതിരെ തങ്ങൾ ആക്രമണം നടത്തും എന്നുള്ളത് നേരത്തെ തന്നെ ഇറാൻ പറഞ്ഞതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നേരത്തെ തന്നെ ഇറാൻ ചെയ്തതുമാണ്. ഇപ്പോൾ വേണമെങ്കിലും തകരാവുന്ന ഒരവസ്ഥയിലാണ് ആ ഒരു താൽക്കാലിക സമാധാനം നിലനിൽക്കുന്നത്. എന്തായാലും ഗസയിലും ലെബനാനിലും ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമായിട്ട് തുടരുന്നതും പശ്ചിമേഷ്യ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. അമേരിക്ക ചർച്ച എന്ന് പറയുകയും ഇറാൻ അത് നിഷേധിക്കുകയും ചെയ്യുന്ന ആ ഒരു ആവർത്തിച്ചുള്ള പ്രക്രിയ മേഖലയെ ഒരു സമാധാനമില്ലാത്ത ലൂപ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ കടുത്ത ഭീഷണികൾക്കും സമാധാന പ്രഖ്യാപനങ്ങൾക്കും മുന്നിൽ തങ്ങളുടെ പരമാവധി അധികാരം പണയം വെക്കില്ല എന്ന ഉറച്ച നിലപാടിൽ ഇറാൻ ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ലെബനാനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ രീതിയിൽ തന്നെ കൂടുമ്പോൾ ഇപ്പോൾ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഖത്തറാണ്. ഈ ഖത്തറിൽ നിന്ന് ആയുധങ്ങൾ ഈ പലസ്തീനുകൾക്ക് ഗസയിലും ലെബനാനിലും ഒക്കെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഈ ഇസ്രയേൽ പറയുന്നത്. ഈ അവകാശവാദത്തോട് ഇസ്രയേൽ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ഏറ്റവും വലിയൊരു ശത്രു, അതായത് ആ ശത്രു ലിസ്റ്റിലെ ആദ്യത്തെ ഒരു രാജ്യം അല്ലെങ്കിൽ ആദ്യത്തെ ആള് എന്ന് പറയുന്നത് ഈ ഖത്തറാണ്. ഈ ഖത്തറിലേക്കാണ് ഇനി തങ്ങൾ ആക്രമണം നടത്താൻ പോകുന്നത് എന്നുകൂടി ഇസ്രയേൽ ഓർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഇറാൻ ഉള്ളത്. അതായത് ഇറാനെ അല്ല ഞങ്ങൾ ശത്രുവായിട്ട് ആദ്യം കാണുന്നത്, പകരം ഞങ്ങൾ ഖത്തറിനെയാണ് കാണുന്നത്. ഈ ഇറാൻ അമേരിക്ക യുദ്ധം നടക്കുന്നതിനിടയിലാണ് ഇസ്രയേലിന്റെ ഈ ഒരു നീക്കവും കൂടി നടക്കുന്നത്. ഇവിടെ അമേരിക്കയാണ് ശരിക്കും പെട്ടുപോകുന്നത്. കാരണം സഖ്യകക്ഷികൾ എന്ന് പറയുമ്പോൾ ഇസ്രയേലും അമേരിക്കയും ഖത്തറും സൗദി അറേബ്യയും ഈ പറയുന്ന ബഹ്റൈനും എല്ലാം ആ ഒരു കൂട്ടത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു രാജ്യങ്ങൾക്ക് ഈ ലെബനാനിലെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരെ നോക്കിക്കാണുന്നത് കൊണ്ട് തന്നെ ട്രംപിന് എപ്പോഴും ഇസ്രയേൽ എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും. ഇപ്പോൾ ഈ ഇസ്രയേൽ പറഞ്ഞിരിക്കുകയാണ് ഇനി ഖത്തറാണ് ഞങ്ങളുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം ഒരുപക്ഷെ ഈ ഇരു രാജ്യങ്ങളെ അമേരിക്കയും ഇസ്രയേലിനെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് പോകും. ഈ ഖത്തറും അതുപോലെ തന്നെ ഇറാനും ഒരേപോലെ ഒന്നിക്കുന്ന ഒരു സാഹചര്യം കൂടി ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഈ പറയുന്നത് പോലെ തന്നെ സമാധാന ചർച്ചകളെല്ലാം
ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ഇറാൻ ഉള്ളത്. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ പോയാലും ശരി തന്നെ, ഇനി എന്ത് സംഭവിച്ചാലും ശരി തന്നെ, അമേരിക്കയുടെ അല്ലെങ്കിൽ അമേരിക്ക വരുത്തി വെച്ചിട്ടുള്ള നാശങ്ങൾക്ക് തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുമെന്ന് തന്നെ ഇറാൻ ഉറപ്പിച്ചു പറയുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു അശാന്തിയിൽ തന്നെ തുടരുകയാണ്.